ഹലോ, അപ്പോൾ ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിൽ. ഞാനും താത്തയും കൂടിയിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുമ്പോൾ ഞാൻ മാത്രമാണ് കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നും, പക്ഷേ അത് വീഡിയോക്ക് വേണ്ടി മാത്രമുള്ള പട്ടി. അപ്പോൾ മുട്ട തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഷുഗർ പൗഡർ ഇട്ടിട്ടുണ്ട്, പൊടിച്ച് വെച്ച പഞ്ചസാര ഇല്ലേ അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല താത്താക്കല്ല കേട്ടോ. കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതല്ല ഈ വീഡിയോ. ഞങ്ങൾ ഉണ്ടാക്കിയൊരു കേക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ തന്നെ ഉള്ളൂ. പിന്നെ അതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ബാറ്റർ റെഡിയാക്കിയിട്ട് കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് തട്ടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ബബിൾസ് വരും. പിന്നെ അതിൻ്റെ ട്രേ ഓവൻക്ക് വെച്ചിട്ടുണ്ട്. ഓവൻ അതിൻ്റെ മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യണത് താത്തയാണ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ അതിൻ്റെ ടൈമൊക്കെ സെറ്റ്. ഇനി പുള്ളിക്കാരൻ അവിടെ കിടന്ന് കുറച്ച് നേരം കറങ്ങട്ടെ കേട്ടോ. അങ്ങനെ കറക്ക അവസാനം ആയപ്പോൾ തന്നെ ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ ബാറ്ററും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്ക് രണ്ടും സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി കവർ ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ടച്ചപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു സത്യം പറയാം, ഇതൊന്നും ചെയ്തത് ഞാൻ. പിന്നെ ജാർ കേക്കും ലോലിപോപ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാർ കേക്ക് ഞാൻ തന്നെ കേട്ടോ ചെയ്ത്. അതിന് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാക്കാൻ്റെയും താത്താൻ്റെയും ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്നും കൂടി ടോപ്പിൽ എഴുതി കൊടുക്കണം. അതും ഞാൻ തന്നെ ചെയ്ത് കൊളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. കേക്ക് മുറിച്ചത് പക്ഷേ മക്കളാണ് കേട്ടോ. അതിന് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഞാനും കഴിച്ചോക്കി, അടിപൊളി.